സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ലെന്ന് UDF കുറെ കാലമായി പറയുന്നതാണ്. അപ്പോൾ തരൂർ ഇങ്ങനെ ഒരു ലേഖനം എഴുതുന്നതോടെ UDFന്റെ ആരോപണങ്ങളുടെ മുതലൊഴിയുകയാണ്. ഇല്ലില്ല, മറ്റേ മേഖലയിൽ എല്ലാറ്റിലും ആരോപണവും ശരിയാണ്. ഞാൻ തന്നെ ആരോപണം പങ്കെടുക്കുന്നത്. ഈ ഒറ്റ കാര്യത്തിൽ സ്റ്റാർട്ടപ്പ് ഈക്കോ സിസ്റ്റമിൽ നല്ലൊരു പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പുരോഗതി വന്നിട്ടുണ്ടെന്ന് കാണുമ്പോൾ അതിനെ മാത്രമാണ് ഞാൻ സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് അഥവാ ഈ ഫാക്ട്സ് ശരിയല്ലെങ്കിൽ, അഥവാ കേരളത്തിന് ഇങ്ങനെ ഒരു റാങ്കിങ് കൊടുക്കാതിരുന്നില്ലെങ്കിൽ, അഥവാ കേരളത്തിൽ $1.7 ബില്യൺ ഒരു വികസനം 18 മാസത്തിൽ വന്നിട്ടില്ലെങ്കിൽ, നമ്മൾ ബാക്കിയെല്ലാം ഇതിനെയെല്ലാം തർക്കിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ ഗ്ലോബൽ ഈക്കോ സിസ്റ്റം റിപ്പോർട്ട് പബ്ലിഷ് ചെയ്താൽ, അത് ന്യൂയോർക്കിലോ ജനീവയിലോ എവിടെ ചെയ്താൽ അവർക്ക് ഒരു പറയണം ഇത് തെറ്റാണെന്ന്. ഞാനിത് റിപ്പോർട്ട് കണ്ടിട്ട് ഞാൻ എഴുതിയ കാര്യമാണ്, അത്രയേ ഉള്ളൂ. ഹൈക്കമാൻഡിനോട് സംസാരിക്കാൻ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. ആവശ്യം വന്നാൽ സംസാരിക്കാം. നോക്കൂ, എന്നോട് എല്ലാം ചോദിച്ചിട്ട് കാര്യം, ചില ചോദ്യങ്ങൾ വേറെ വല്ലവരോടും ചോദിച്ചോളൂ, ആ ഉത്തരവാദിത്തമുള്ളവരോട് ചോദിച്ചോളൂ. അതാ എനിക്ക് വലിയ സന്തോഷമാണ്, ഞാൻ എഴുതുന്നത് ആൾക്കാർ വായിക്കണ്ടല്ലോ, അതെങ്കിലും ഒരു സന്തോഷം. വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിന്റെ വിഷയം കേരളത്തിൽ നിൽക്കുന്നതാണ്. എന്നാൽ ഈ ദേശീയ തലത്തിൽ ചർച്ചയായ മറ്റൊരു വിഷയം കൂടി താങ്കൾ പറഞ്ഞിരുന്നു. അതിലിപ്പോൾ UDF കൺവീനർ പറഞ്ഞത് അടച്ചിട്ട മുറിയിലാണ് മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ എന്തെന്നറിയാൻ ശശി തരൂർ ദിവ്യശക്തി ഉണ്ടോ എന്നാണ് UDF കൺവീനർ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പറഞ്ഞു, പിന്നെ മോദി പ്രസ് കോൺഫറൻസ് പറഞ്ഞതിൽ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടില്ല. ഇങ്ങനെ ആൾക്കാർ കയ്യിൽ ഹാൻഡ് കഫ്സും കാലിൽ ഷാക്കിൾസും ഒക്കെ കെട്ടിയിട്ട് അവരെ മിലിറ്ററി പ്ലെയിനിൽ അയച്ചതിനെ കുറിച്ച് അദ്ദേഹം വാതിൽ അടച്ചിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ആശയമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ ഒരിക്കലും പറയാത്തതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാനത് നോക്കൂ, ഇലക്ഷൻ വരാൻ ഇനിയൊരു 15 മാസമുണ്ടല്ലോ. ഞാൻ ഇനിയും എഴുതാനുണ്ട്, ഓരോരോ വിഷയത്തെക്കുറിച്ച് ഇനിയും എനിക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവും. ഇത് ഒരു ആർട്ടിക്കിൾ ഒരു സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി. ഇനിയും എനിക്ക് എൻ്റെ പിന്നെ കൈയക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് തന്നെ ചാടാൻ വലിയ ആവശ്യം ഞാൻ കാണുന്നില്ല. ഇത് ഇത്ര വലിയ വിവാദമായത് എനിക്ക് തന്നെ ഒരു അതിശയം. കാരണം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധ വെച്ചില്ല, ഇതേപോലെയുള്ള പോയിൻറ്റ്സ് ഞാൻ കൊച്ചി ചേംബർ ഓഫ് കോമേഴ്സിലൊരു പ്രസംഗത്തിൽ 3 ആഴ്ച മുമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ആരും മാധ്യമക്കാർ വലിയ ശ്രദ്ധ വെച്ച്, ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വന്നു, പക്ഷേ ഇതിന് വിവാദമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയ ശേഷം വലിയ വിവാദമായി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിന് എല്ലാ മലയാളികൾക്കും ആവശ്യമുള്ളത് വികസനമാണ്. രാഷ്ട്രീയം ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടിട്ടില്ല. ആ വികസനത്തിന് വേണ്ടി ആര് മുൻകൈ എടുത്താലും അതിനെ നമ്മൾ തപ്പ് കൊട്ടണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിട്ടല്ലാന്ന് എനിക്കറിയാം. ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഒരു മുതിർന്ന പ്രായത്താണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ്? വികസനമല്ലേ. നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ തൊഴിലില്ലായ്മ, തൊഴിൽ സാധ്യതകൾ വേണ്ടേ? ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ? ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? ഇതാണ് എൻ്റെ ലോജിക്ക്. ഈ ലോജിക്ക് ഞാൻ 16 വർഷമായിട്ട് പറയുന്നൊരു ലോജിക്കാണ്. ഇതുകൊണ്ട് ഞാൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആക്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ആവശ്യമുള്ളത്? കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ്, ഐക്യരാജ്യസഭ വിട്ട ശേഷം ഞാൻ രാഷ്ട്രീയത്തിലേ ഉണ്ടായിരുന്നില്ല, എൻ്റെ പാർട്ടി ആയിരുന്നില്ല. പക്ഷേ ആ കാലത്തെ CPM ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എലുമറം കരീം ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ചിലവിൽ, കേരള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവായിരുന്നില്ല, എൻ്റെ ചിലവിൽ 40 ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് അദ്ദേഹത്തിനെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഒരു മലയാളിയാണ് ഞാൻ. പക്ഷേ ആ 40 ഇൻവെസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രസൻറ്റേഷൻ കേട്ടിട്ട് ഒരു പൈസ കൊടുത്തില്ലേ കേരളത്തിൽ. ഞാനൊരു 10-12 പേരെ വിളിച്ചു. അതിൽ ചില മറുനാടൻ മലയാളികളും കൂടി ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തില്ല? ഇദ്ദേഹം പറഞ്ഞതൊക്കെ നന്നായിരുന്നില്ലേ? അതേ, പക്ഷേ ഞങ്ങൾക്ക് വിശ്വാസമില്ല, കേരളം എങ്ങനെയാണ്, ചുവന്ന കൊടി വരും, ഞങ്ങളുടെ പൈസയൊക്കെ നഷ്ടപ്പോവും, അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല കേരളത്തിൽ. ഞാൻ ഒരു മിനിറ്റ്, ഒന്നാം കാര്യം ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിക്കില്ല, അവർ സർക്കാരാണ്, അവരെല്ലാം നോക്കാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത്, കേരളത്തിനെ പോലെ അറിവും പഠിപ്പും സാക്ഷരതയും ഉള്ള വർക്കേഴ്സ് നിങ്ങൾ എവിടെ കിട്ടും?